ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് കളക്ടർ രഘുനാഥൻ സാറിനെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. എൻ്റെ സ്നേഹം നിറഞ്ഞ പ്രിയ സുഹൃത്തുക്കളെ, സോറി ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ എല്ലാവരും ചേർന്ന് ചീഫ് ഗസ്റ്റായിട്ട് എന്നെ ഈ കോളേജിലേക്ക് ക്ഷണിച്ചപ്പോൾ ഞാനൊരു കളക്ടറായി കോളേജിലേക്ക് വരാൻ സമ്മതിച്ചു. പക്ഷെ ഞാൻ ഈ കോളേജിൻ്റെ പടി ചവിട്ടുമ്പോൾ അതെല്ലാം ഞാൻ മറന്നു. ഞാനും നിങ്ങളെപ്പോലെ ഒരു സ്റ്റുഡൻ്റായി മാറി. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാനും നിങ്ങളെപ്പോലെ ആയിരുന്നു ഇതിനു മുമ്പ്. ആരെങ്കിലും മൈക്കിൻ്റെ മുന്നിൽ വന്ന ഓന്ന് ഞാനും ശബ്ദം ഉണ്ടാക്കും. പാതിവൃത്തത്തിൽ കണ്ണകയാണോ മാധവിയാണോ എന്ന ടോപ്പിക്ക് ഇവിടെയുള്ള എല്ലാ കുട്ടികളും പറഞ്ഞു. എന്നാൽ അതിൽ 2 പേരും മാത്രം വളരെ മനോഹരമായ രീതിയിൽ വിവരിച്ച് 2 പേരും 60 മാർക്ക് വീതം നേടി. ഇപ്പൊ അതാ ഇവിടുത്തെ പ്രശ്നം. എന്നെ സംബന്ധിച്ച് പാതിവൃത്തത്തിൽ കണ്ണകയാണോ മാധവിയാണോ എന്ന ചോദ്യം തന്നെ തെറ്റ്. കാരണം ആ സ്ത്രീ ഒരു നാട് മുഴുവൻ കത്തിച്ചിരിക്കുന്നു. പാതിവൃത്തത്തിൽ കണ്ണകയാണെന്നുള്ള കാര്യം ഇതിനു മുമ്പേ ചരിത്രത്തിൽ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുള്ള വിഷയമാണ്. അത് പറഞ്ഞാണ് സൂരജ് ഇതുവരെ മത്സരിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ പ്രിയ എന്ന ഈ പെൺകുട്ടി പാതിവൃത്തത്തിൽ മാധവിയാണെന്ന് അടിച്ചു പറഞ്ഞ കാര്യം യാതൊരു തെറ്റുമില്ലെന്ന് ഞാൻ കരുതുന്നു. പോസിറ്റീവായ ഒരു കാര്യം വീണ്ടും പോസിറ്റീവായി എടുക്കുന്നതിൽ യാതൊരു ബുദ്ധിയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ നെഗറ്റീവായ ഒരു കാര്യം വളരെ മനോഹരമായ രീതിയിൽ പോസിറ്റീവായി പറയുന്നതാണ് കഴിവ്. അതാണ് മിസ് പ്രിയ ഇവിടെ ചെയ്തത്. അതുകൊണ്ട് 10 മാർക്ക് അധികം കൊടുത്ത് പ്രിയയെ ഈ സ്റ്റേജിലേക്ക് സമ്മാനം വാങ്ങുവാനായി ഞാൻ ആദരവായി ക്ഷണിച്ചു കൊള്ളുന്നു. വെൽക്കം മിസ് പ്രിയ. ആരാടാ ഇത്? വലിയ പോസ്റ്റിലായിരിക്കുന്നത്, വിവരമില്ലാതെ സംസാരിക്കുന്നത്. ഇതൊക്കെ നിന്റെ ചേട്ടാ. തെറ്റും ശരിയൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? ഹീസ് an IAS, ഹീസ് ദ കളക്ടർ. അദ്ദേഹത്തിന് അറിയാമായിട്ട് ഒന്നുമില്ല. സോ ഷട്ട് അപ്പ്. സൂരജ് ചേട്ടാ, എന്താ ഉറങ്ങിയില്ലേ? ഇല്ലേട്ടാ. സോറി, ഞാൻ നിനക്ക് പ്രൈസ് തരാത്തതുകൊണ്ട് ഒരുപാട് ഫീൽ ചെയ്തു അല്ലേ? ഹേയ്, എൻ്റെ ചേട്ടനായിട്ടല്ലോ അവിടെ വന്നത്. ഒരു കളക്ടറായിട്ട് വന്നു, അർഹതപ്പെട്ടവർക്ക് പ്രൈസ് കൊടുത്തു. അത് മാത്രമല്ല, നല്ലൊരു റീസണും പറഞ്ഞു. എൻ്റെ ചേട്ടൻ്റെ ജഡ്ജ്മെൻറ്റ് കറക്റ്റ് ആയിരിക്കുമെന്ന് എനിക്കറിയാം. എനിക്കൊരു വിഷമമില്ല ചേട്ടാ. എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. എനിവേ, നീ ഒട്ടും ഫീൽ ചെയ്തില്ലല്ലേ? സത്യമായിട്ടില്ല ചേട്ടാ. ഗുഡ് നൈറ്റ്. നിനക്ക് ഫീൽ ചെയ്ത് കാണുമെന്നാണ് ഞാൻ വിചാരിച്ചേ. പക്ഷേ ഞാൻ തോറ്റുപോയി.